എന്താ വേണു? ഇവിടെ സിന്ധു എന്ന് പറയുന്ന ആർട്സ് ക്ലബ് സെക്രട്ടറിയെ അന്വേഷിച്ചിറങ്ങിയതാ. വേണു, ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നു. ആ ശരി. കോളേജിലെ ഒരുക്കങ്ങൾ എവിടത്തോളായി? അങ്ങനെ നടക്കുന്നു. ആട്ടെ, ഇത്തവണ വേണുവിന്റെ പ്രോഗ്രാം എന്താ? ഞാനൊന്നും നിശ്ചയിച്ചിട്ടില്ല. അതൊന്നും പറ്റില്ല. എല്ലാം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. എന്താ? കവിതാ പാരായണം. വേണുവിന്റെ കവിത വേണു തന്നെ ചൊല്ലുക. അത് വേണോ? എന്റെ കവിത അത്രയ്ക്ക് നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്ക് തന്നെ ഇല്ല. അങ്ങനെ ഒരു വിനയമൊന്നും വേണ്ട. ഞാനല്ലേ പറയുന്നത്, വേണുവിന്റെ കവിത ഉഗ്രമായിരിക്കും. സിന്ധുവിന് നിർബന്ധമാണെങ്കിൽ ഞാൻ വായിക്കാം. പ്രാക്ടീസ് മോളിൽ പുതിയൊരു കവിത ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കോളേജിലേക്ക് വായിക്കാൻ പറ്റുമോ എന്തോ. ആ, സിന്ധു അതൊന്ന് വായിച്ചു നോക്കണം. ഞാൻ വായിച്ചു നോക്കൊന്നും വേണ്ട. വേണുവിന്റെ കവിത വേണു തന്നെ സ്റ്റേജിൽ വായിക്കണം. താങ്ക് യു. ആട്ടെ, നിങ്ങളുടെ കൂട്ടുകാരനെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. ഏത് കൂട്ടുകാരൻ? സതീഷ്. താനൊന്ന് ചുമ്മാതിരി. ഈ പോളോട്ടൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ബാക്കിയുള്ള ഇവന്റ്സ് ഒക്കെ ഞാൻ അടിക്കും. നീ നോക്കിക്കോ, ഈ വർഷത്തെ ചാമ്പ്യൻ ഞാനായിരിക്കും. താൻ ചാമ്പ്യൻ ആവണമെങ്കിൽ സതീഷ് മത്സരിക്കാതിരിക്കണം. പ്രാക്ടീസ് എല്ലാം ഗംഭീരമായി നടക്കുന്നുണ്ടല്ലേ ചെയ്യണം. സതീഷ് ഇത്തവണയും ചാമ്പ്യൻ ആവണം. ശ്രമിക്കാം. അങ്ങനെ പറഞ്ഞ പോരാ, ചാമ്പ്യൻഷിപ്പ് അടിച്ചെടുക്കുക തന്നെ വേണം. അതെന്താ അങ്ങനെ ഒരു നിർബന്ധം? അതെന്റെ ഒരു വാശിയാ. എനിക്കുണ്ട് വാശി. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ കുഴഞ്ഞു പോവുകയുള്ളൂ. ആ, കുഴഞ്ഞാലും വേണ്ടില്ല. സതീഷ് തന്നെ ചാമ്പ്യൻ ആവണം. എന്നാലേ ആ രാജുവിന്റെ ഇളിഞ്ഞ മുഖം ഞങ്ങൾക്ക് കാണാൻ പറ്റൂ. രാജുവിന്റെ മുഖം അല്ലെങ്കിൽ വിളിഞ്ഞു തന്നെയാണല്ലോ, പ്രത്യേകിച്ചും സിന്ധുവിനെ കാണുമ്പോൾ. അവന്റെ പേര് കേട്ടാൽ തന്നെ എനിക്ക് അറയ്ക്കും. ഇങ്ങനെയുണ്ടൊരു മനുഷ്യൻ. ശല്യം. ഞാൻ വരട്ടെ. സതീഷ്, ബെസ്റ്റ് ഓഫ് ലക്ക്. Thank you. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്തോ നരേ കുത്തി കുറിക്കുന്നത്? അമൃത സരസിലെ അരയന്നമേ നീ ഇതുവഴി എന്തിനു വന്നു? എടോ വേണു, തന്റെ കവിതയില് ഈ സിന്ധുവിന്റെ പേര് എവിടെയെങ്കിലും ഒന്ന് ഉൾക്കൊള്ളിക്കണം. അതൊക്കെ ബോറാണ്. സിന്ധു എന്ന് വ്യംഗ്യത്തിൽ പറയുന്നതാണ് ശരി. പച്ചയായി പറഞ്ഞാൽ അത് കവിതയാവില്ല. താൻ പച്ചയായി പറയണ്ടോ? കവിത കണ്ടാൽ സിന്ധുവിന് മനസ്സിലാകണം ഇത് അവളെ പറ്റിയാണ്. അതിനുള്ള വഴിയും ഞാൻ പറഞ്ഞുതരാം. എഴുതിക്കും. ശരി. ഞാൻ പറയുന്ന മാതിരി എഴുതിക്കോ. സന്ധ്യമയങ്ങും നേരം, ഗ്രാമ ചന്ത പിരിയും നേരം, സിന്ധുരേ പ്രേമ സിന്ധുരേ. ഇതൊന്നറിയ കിണിക്കുന്നത് കൊള്ളൂല്ലേ? കൊള്ളാം. ആദ്യത്തെ 2 വരികൾ വയലാർ എഴുതാണല്ലോ. പിന്നെന്താ സിന്ധൂര്? എന്തോ നടാ അതിന്റെ അർത്ഥം? അതിനർത്ഥമൊന്നും ഇല്ലെങ്കിലും സിന്ധുവിനെ അറിയാം ഇത് അവളെ കുറിച്ച് തന്നെ എഴുതിയിരിക്കുന്നത്. എത്ര മനോഹരമായിരിക്കും. സിന്ധുരേ പ്രേമ സിന്ധുരേ ഇണകളെ പിരിയും തുടങ്ങിയല്ലോ നിന്റെ കഴുതരാകും. നാശം. തനിക്ക് എന്തറിയാടോ? ഇത് കവിതയാ, സാക്ഷാൽ കവിത. അല്ലെങ്കിൽ തന്നെ ഇവനോട് കവിതയെ കുറിച്ചൊക്കെ സംസാരിച്ച് എന്താ കാര്യം? ഇവന് വല്ല ചാട്ടോ ഓട്ടോ ഗുസ്തിയൊക്കെ അല്ലേ അറിയൂ. എവിടെ എത്തി? എവിടെയാണ് എന്റെ ലുങ്കി? ഒന്ന് ശല്യപ്പെടുത്താടോ. ഞങ്ങൾ കവിത എഴുതിക്കൊണ്ടിരിക്കുക. ക്രിയേറ്റീവ് പീപ്പിൾ. എവിടെ? അമൃത സരത്തിൽ എഴുതിക്കാം. ഇത് എന്റെ ലുങ്കിയാണല്ലോടാ. ആണോ? അതെ. ആണെങ്കിലാണ്, സമ്മതിച്ചു. തനിക്കിപ്പോ എന്തോ വേണം? എനിക്കൊന്ന് കുളിക്കണം. അതങ്ങ് പറഞ്ഞാ പോരെ. എന്നാ നിന്റെ ലുങ്കി കുളി. സിന്ധു ഇടം വരെ എത്തി? എത്തേണ്ട സ്ഥലം അറിഞ്ഞിരുന്നെങ്കിൽ
എത്ര നന്നായിരുന്നു. ആ പിന്നെ നിന്റെ പോക്ക് കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. ഓ നീ ഒന്നും മിണ്ടാതിരി. സതീഷിന്റെ ചാട്ടം, ഓ എന്തൊരു ഗ്രേസ്. ഹീസ് എ റിയൽ ആത്ലറ്റ്. നീ നോക്കിക്കോ സിന്ധു, നമ്മുടെ കോളേജ് മീറ്റിൽ സതീഷ് തന്നെ ചാമ്പ്യൻ ആവും. ലില്ലിക്ക് സതീഷിനെ വല്ലാതെ പിടിച്ചുപോയെന്ന് തോന്നുന്നുണ്ടല്ലോ. പിടിച്ചുപോയടി, പക്ഷേ എനിക്ക് മാത്രം പിടിച്ചിട്ടെന്താ? വെറും വൺ വേ ട്രാഫിക്. പുള്ളിക്കാരനാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ലീവ് ഇറ്റ്. ഞാൻ മറ്റേതെങ്കിലും പുളിങ്കൊമ്പ് നോക്കി പിടിച്ചോളാം. ലില്ലിക്ക് യോജിച്ചൊരു പുളിങ്കൊമ്പ് ഞാൻ പറയാം. ആരാടി? വേഗം പറ. ആ രാജു. ആ ബോറനോ? എന്താ മോശം? നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയായിരിക്കും. മേഡ് ഫോർ ഈച്ച് അതർ. See, this is a very interesting case. Smart chap, clean face, bold lips, മരണത്തിന്റെ വാതിൽപ്പടിയോടെത്തി തിരിച്ചു വന്ന രോഗിയാണ് ഇദ്ദേഹം. എന്താ വിശാരടി, ഇപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടോ? എന്ത് ചോദ്യമാണ് ഡോക്ടർ? മരണത്തിന്റെ പടിവാതിൽ വരെ ചെന്നിട്ട് തിരിച്ചു വന്നാൽ ആശ്വാസം തോന്നാതിരിക്കുമോ? അല്ല, ഇനിയും അങ്ങോട്ട് തന്നെ പോകണമെന്നുണ്ടോ? മരണത്തിന്റെ വഴിക്കോ? നല്ല കഥയായിപ്പോയി. ആട്ടെ, ഡോക്ടർ അങ്ങനെ ചോദിച്ചത്? ഈ മദ്യമുണ്ടല്ലോ, മദ്യം ഇനി ഒരു തുള്ളി കുടിച്ചാൽ തിരിച്ചങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. ഡോക്ടർ സാറേ, ഒരു പുരുഷായുസ് മുഴുവൻ കുടിക്കാനുള്ളത് കുടിച്ചു തീർത്താനല്ലേ ഞാൻ? ഇനിയും കുടിക്കാനോ? Today we will discuss about his liver. At this stage there is a good chance of its recovery because the liver cells have remarkable power of regeneration. Even the damages already done to his liver may get repaired. But it all depends upon Pishadi's good conduct. Doctor, my conduct is very good. I have many certificates to prove that. You know English? Yes, sir. I was in the army for 20 years. Very good. Thank you. നീ വന്നിട്ട് ഒരുപാട് നേരമായോ മോനെ? അമ്മയുടെ ഫോൺ വന്ന് അറിഞ്ഞപ്പോഴേ ഞാനിങ്ങി പോന്നു. ദേവകി, ദേവകി, ആ നീ വല്ലതും കഴിച്ചോ? ഇല്ലമ്മേ. എന്താ വച്ചമ്മേ? സതീഷ് വന്ന നീ അറിഞ്ഞില്ലേ? ഞാൻ കണ്ടു. പിന്നെന്താ കഴിക്കാനൊന്നും കൊടുക്കാത്തത്? അയ്യോ, ഞാൻ കൊടുക്കാനിട്ടല്ല വച്ചമ്മേ, അമ്മ വന്നിട്ടേ കഴിക്കുന്നുള്ളെന്ന് കുഞ്ഞു പറഞ്ഞിട്ടാ. ദാ ഇപ്പൊ കൊണ്ടുവരാം. ആ അതിരിക്കട്ടെ, അമ്മ എന്തിനാ എനിക്ക് ഫോൺ ചെയ്തത്? 2-3 ആഴ്ചയായിട്ട് നീ വീട്ടിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് നിന്റെ ശബ്ദമെങ്കിലും കേൾക്കാമല്ലോ എന്ന് കരുതി. അമ്മേ, സ്പോർട്സ് കൗൺസിലിന്റെ എക്സിക്യൂട്ടീവിലും ഞാനുണ്ട്. മാത്രമല്ല ഈ വർഷത്തെ ചാമ്പ്യൻ ഞാനാണ്. അതുകൊണ്ടാണ് വരാൻ കഴിയാഞ്ഞത്. പിന്നെ എനിക്ക് ചാമ്പ്യൻഷിപ്പിനുള്ള സമ്മാനം തരുന്ന ആരാണെന്ന് അറിയാമോ? ഡിസ്ട്രിക്ട് ജഡ്ജ് ലക്ഷ്മി മേനോൻ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ഈ സ്പോർട്സും ചാമ്പ്യൻഷിപ്പും ഒക്കെ നല്ലത് തന്നെ.
പക്ഷെ ഒരു കാര്യം, വീട് കോളേജിന്റെ അടുത്തായിട്ടും നിന്നെ ഹോസ്റ്റലിലാക്കിയത് നീ സ്വൈര്യമായി പഠിക്കാനാണ്. നീ പഠിച്ച് വലിയ ഡോക്ടറാകണം. അതാണ് മോനെ അമ്മയുടെ ആഗ്രഹം. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവും. വെരി ഗുഡ്. എനിക്ക് നീയും നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്ഥിതി അതാണല്ലോ. സാരമില്ല, അന്നതൊരു വാശി മാത്രമായിരുന്നു. ഇറ്റ് വാസ് എ ചാലഞ്ച്. ഇറ്റ്സ് എ ചാലഞ്ച്. നീ DSP രാജശേഖരനെ പണം കൊണ്ട് വിലക്കെടുക്കാവുന്നതല്ലേ? ഒരിക്കലുമല്ല സർ. എന്റെ ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പെൺകുട്ടികളെ വിട്ടുതരണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. അങ്ങ് ദയവ് കാണിച്ചില്ലെങ്കിൽ എന്റെ ലൈസൻസ് പോകും. സ്റ്റോപ്പ് ഇറ്റ്. താൻ നടത്തുന്നത് ഹോട്ടലാണോ അതോ വേശ്യാലയമാണോ? സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഫാമിലിക്കാരാ. അതെ, ഒരു രാത്രി കൊണ്ട് അവസാനിക്കുന്ന ഫാമിലി. ഹോട്ടലിന്റെ ബോർഡും വെച്ചുകൊണ്ട് കോടീശ്വരന്മാരായ പല 5 സ്റ്റാറുകാരെയും എനിക്കറിയാം. അവന്റെയൊക്കെ കറൻസി കെട്ടിന്റെ മുമ്പിൽ കാക്കി ഉടുപ്പിട്ട ചിലരൊക്കെ കഴുതരളായതും എനിക്കറിയാം. പൊന്നു സാറേ, ഞാൻ മാത്രമായിട്ടല്ല ആ ഹോട്ടൽ നടത്തുന്നത്. പിന്നെ നരേന്ദ്രൻ സാറിനെ പോലുള്ള വലിയ വലിയ ആളുകൾക്കൊക്കെ പാർട്ട്ണർഷിപ്പ് ഉള്ളതാ. എന്നാൽ ആ നരേന്ദ്രനായിരിക്കും എനിക്ക് നേരത്തെ ഫോൺ ചെയ്തത്. ആയിരിക്കും സർ. ആഭ്യന്തരമന്ത്രിയുടെ വലം കൈ. അയാളോട് ചോദിക്കാതെ കേസ് സ്റ്റാർട്ട് ചെയ്യരുതെന്ന്. നരേന്ദ്രൻ സാറ് വിചാരിച്ചാൽ പലതും നടക്കും സർ. ഷട്ട് അപ്പ്. നീ അയാളോട് ചെന്ന് പറഞ്ഞേക്ക് DSP രാജശേഖരൻ ഡിപ്പാർട്ട്മെന്റ് റബ്ബർ സ്റ്റാമ്പല്ലെന്ന്. സാർ, യു ഗെറ്റ് ഔട്ട്. ആ അതെ, ആ ഓക്കെ. മെഡിക്കൽ കോളേജ് ഫംഗ്ഷൻ presided by District Judge Lakshmi Menon. ഞാൻ കയറി വരും. സതീഷ് എവിടെ? അവൻ താഴെ കളിച്ചോണ്ടിരിക്കുക. നീ കോടതി പോന്നു? പോണം. അല്ല സാർ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലേ? എന്താ? അല്ല എന്താ സ്പെഷ്യൽ വേണ്ടേ? മട്ടനോ ചിക്കനോ മുട്ടയോ മീനോ? പോലീസുകാരൻ അങ്ങനെ വല്ലതുമുണ്ടോ? നീ എന്ത് തന്നാലും ഞാൻ കഴിച്ചോളാം. അപ്പോഴേ ഉച്ചയ്ക്ക് ഉണ്ണാൻ ഒരു ലാത്തിയും 2 റിവാൾവർ റോസ്റ്റ് ചെയ്ത് വെക്കും. ഹലോ, ഏട്ട് കൃഷ്ണപിള്ളയോ? വില്യം സ്റ്റേഷനിലേക്ക് വന്നില്ലേ? അവന് വലിയ വലിയ പണക്കാരുടെ പിൻബലമുണ്ടെന്നോ? അത് നമുക്കെന്താ? ആട്ടെ, അവനിപ്പോ എവിടെയുണ്ട്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. വില്യംസിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ ഇതുവരെ ഒരു ഇൻസ്പെക്ടറും ധൈര്യപ്പെട്ടിട്ടില്ലടാ. ബില്ല് ബില്ലോ? വില്യംസ് ഇന്നേ വരെ ഒരു ബാറിൽ ബില്ല് കൊടുത്തിട്ടില്ലടാ. നീയാണ് വില്യംസ് അല്ലേടാ?
എന്നേക്കടാ. എടാ, എന്റെ കയ്യിൽ നിന്നും ഒരു ക്രിമിനൽ പുള്ളിയും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. നടക്ക്. യുവർ ഓണർ, എന്റെ പ്രതി വില്യംസിന്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെടാനും പ്രതിക്ക് ജാമ്യം അനുവദിച്ചു കിട്ടാനും ഇൻസ്പെക്ടർ രാജശേഖരനെ എനിക്ക് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കോടതി അതിന് അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. യെസ്, അനുവദിച്ചിരിക്കുന്നു. താങ്കളുടെ പേര്? രാജശേഖര മേനോൻ. സർവീസ് ബുക്കിൽ കളങ്കത്തിന്റെ മഷയടയാളമില്ലാത്ത കർമ്മനിരതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലേ? അതെ. മിസ്റ്റർ വില്യംസിനെ അറസ്റ്റ് ചെയ്തത് നിങ്ങളാണോ? അതെ. വാറന്റ് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമല്ലേ? അല്ല. ആവശ്യമെന്ന് തോന്നിയാൽ ചില സന്ദർഭങ്ങളിൽ വാറണ്ട് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാൻ നിയമമുണ്ട്. ഓഹോ. ഡ്യൂട്ടി സമയങ്ങളിൽ നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? ഡ്യൂട്ടി സമയങ്ങളിൽ നിങ്ങൾ മദ്യപിക്കാറുണ്ടോ എന്ന്. ഇല്ല. ശരി, പിന്നെങ്ങനെയാണ് യാദർശികമായി മദ്യഷോപ്പിൽ വെച്ച് വില്യംസിനെ കണ്ടുമുട്ടിയത്? അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. യുവർ ഓണർ, ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ അറസ്റ്റ് ചെയ്യുന്നത് നീതിക്കും നിയമത്തിനും യോജിച്ച നടപടിയല്ല. മാത്രമല്ല, വില്യംസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇൻസ്പെക്ടർ അവിടെ എത്തി എന്നുള്ളതിന് ശരിയായ തെളിവുകളൊന്നും ഇല്ല. ഒരുപക്ഷെ വില്യംസിനെ കണ്ടുമുട്ടിയപ്പോൾ മദ്യത്തിന്റെ ലഹരിയിലാവാം ഇൻസ്പെക്ടർ രാജശേഖരൻ അയാളെ മർദ്ദിച്ചതും കസ്റ്റഡിയിലെടുത്തതും. ഐ ഒബ്ജക്ട് യുവർ ഓണർ. പ്രതിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഹീനമായ പ്രത്യാക്രമണം നടത്തുവാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഈ കേസിലെ പ്രതിയായ വില്യം എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സാമൂഹ്യ ദ്രോഹിയാണെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട കോടതി കണക്കിലെടുക്കണം. യുവർ ഓണർ, ഈ കേസിനെ കുറിച്ചുള്ള എന്റെ വാദഗതികൾ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. നിരപരാധിയായ ഒരാളിന്റെ പേരിൽ അധികാരമുള്ളവർ മനഃപൂർവ്വം കുറ്റകൃത്യങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നത് അധർമ്മമാണ്. നീതിപീഠത്തിന്റെ അന്തസ്സിന് അത് കളങ്കമാണ്. ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ വാദോരാതെ വാദിച്ചിട്ടും പ്രതി ചെയ്ത കുറ്റം എന്താണെന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല. ആയതിനാൽ ബഹുമാനപ്പെട്ട കോടതി സത്യാവസ്ഥയെ മുൻനിർത്തി പ്രതിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടെങ്കിലും. രാജേട്ടാ, കോടതി പിരിഞ്ഞതോടെ നമ്മുടെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. കൃഷ്ണദാസിന് പകരം ഞാൻ കോടതിയിൽ ഹാജരായത് തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. മാപ്പ്? എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി പരസ്യമായിട്ട് അപമാനിച്ചവളാണ് നീ. ഞാൻ ഒരിക്കലും രാജേട്ടനെ അപമാനിക്കാൻ വിചാരിച്ചില്ല. ആത്മാർത്ഥതയുള്ള ഒരു അഡ്വക്കേറ്റ് അവരേറ്റു നടത്തുന്ന കേസ് എങ്ങനെങ്കിലും വിജയിപ്പിക്കാൻ നോക്കില്ലേ? രാജേട്ടനും നിയമം പഠിച്ച ആളല്ലേ? കൂടുതൽ സംസാരിക്കണ്ട. നീ ഇപ്പൊ ജയിച്ചിരിക്കുകയാണ്. കോടതിയിൽ ഞാൻ ജയിച്ചതുകൊണ്ട് കുടുംബജീവിതത്തിൽ എന്നെ ക്രൂരമായി തോൽപ്പിക്കാൻ നോക്കുകയാണോ? കുടുംബത്തെക്കുറിച്ച് നിനക്ക് വിചാരമുണ്ടായിരുന്നെങ്കിൽ കൃഷ്ണദാസിന്റെ കത്ത് കിട്ടിയപ്പോ എന്റെ അനുവാദം കൂടാതെ നീ കോടതിയിൽ വരുമായിരുന്നില്ല. ഒരു വക്കീലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടായി മറ്റൊരു വക്കീൽ ഹാജരാകുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല. തെറ്റു ചെയ്തത് ഞാനാണ്. ഭാര്യയെക്കുറിച്ചുള്ള പൂർവ്വകാല കഥകളെല്ലാം മനസ്സിൽ നിന്നും വേരോട് പിഴുതെറിഞ്ഞിട്ടാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. എടീ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഞാൻ കിട്ടിയതാണ്. പക്ഷെ ഇന്നും നിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ കൃഷ്ണദാസാണ്. പഠിക്കുന്ന കാലത്ത് എനിക്കും കൃഷ്ണദാസിനും മാനസിക ബന്ധമുണ്ടായിരുന്നത് സത്യമാണ്. നമ്മുടെ വിവാഹത്തിന് മുമ്പേ ഞാൻ ഇതൊക്കെ തുറന്നു പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും എന്നെ ഇങ്ങനെ കരുതിക്കൂട്ടി കുത്തി കാണിക്കുന്നത് മഹാപാപമാണ്. എല്ലാം എനിക്കറിയാം. പക്ഷേ ജീവിതത്തിൽ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ടാക്കി മുന്നോട്ട് പോകാമെന്ന് നീ കരുതണ്ട. അത് ഇൻസ്പെക്ടർ രാജശേഖരനെ കിട്ടൂല. രാജേട്ടാ, എനിക്ക് തൃപ്തിയായി. രാജേട്ടാ, തൃപ്തിയായി. നിനക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാകണമെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണം. അങ്ങനെ ഒരു ഭീരുവാകാൻ
എന്നെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് ഞാനിവിടെ വെച്ച് പിരിയുന്നത്. അച്ഛാ, മോനെ, നീ അച്ഛനോടൊന്നിച്ച് വരുന്നുണ്ടോ? അച്ഛൻ എവിടെയാ പോന്നേ? സ്ഥലമാറ്റം കിട്ടിയോ? കിട്ടി മോനെ, നിന്റെ അമ്മയുടെ മനസ്സിൽ നിന്നും. മോൻ അച്ഛനെ വേണോ അമ്മയെ വേണോ? എനിക്ക് രണ്ടുപേരും വേണം. അത് നടക്കില്ല മോൻ. മോൻ അച്ഛനോടൊന്നിച്ച് വരുന്നുണ്ടോ? എങ്കിൽ വാ. അമ്മ എന്തിനാ കരയുന്നേ? അമ്മയെ വിട്ടിട്ട് ഞാൻ എങ്ങും പോവില്ല.